സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ് ചില്ലി ഉണ്ടാക്കാം. അതിന് 3 മുട്ട പുഴുങ്ങിയെടുക്കാം. ഇതിങ്ങനെ പുഴുങ്ങി പൊളിച്ച് വെച്ച മുട്ടയാണ്. ഈ പുഴുങ്ങിയ മുട്ട 4ആയി മുറിച്ചെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട മസാല ഉണ്ടാക്കാം. 1/4 കപ്പ് മൈദപ്പൊടി, മൈദപ്പൊടി എടുക്കുന്ന അളവിൽ കൂടുതലായി കോൺഫ്ലോർ എടുക്കാം. ഞാൻ എടുത്തത് 1/4 കപ്പ് മൈദപ്പൊടിക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. അര ടീസ്പൂൺ ഉപ്പിടാം. ഒരു ടീസ്പൂൺ സേഷ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു മുട്ട പൊട്ടിച്ച് അതിൻ്റെ എഗ് വൈറ്റ് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് എഗ്ഗ് മുക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. വെള്ളം കൂടാതെ നോക്കണം. ഇനി 10-12 വെളുത്തുള്ളിയും 1/4 ഇഞ്ച് കനത്തിൽ ഇഞ്ചിയും 1 ക്യാപ്സിക്കവും 1 സവാളയും നമുക്ക് മുറിച്ചെടുക്കാം. സവാള ഇങ്ങനെ വലുതായി മുറിച്ചെടുക്കണം. അതാണ് ഭംഗി. ഇനി ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ച് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറായിരുന്നു.
ഇനി ഇതൊന്ന് മറിച്ചിടാം. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മുറിച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ഇടാവുന്നതാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയ ശേഷം അതിലേക്ക് 3 പച്ചമുളക് മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് മുറിച്ചത് ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് സവാള മുറിച്ചതും ക്യാപ്സിക്കവും ഇടാവുന്നതാണ്. ഈ ക്യാപ്സിക്കവും സവോളയും അധികം വേവണമെന്നില്ല. ഇതും ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് സേഷ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചത്. ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഒന്ന് എല്ലാം നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാവുന്നതാണ്. അതും 1 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. സോസുകൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഉപ്പ് നോക്കിയേ ഇടാവൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ കൂടുതലായി ഒഴിക്കരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നിങ്ങളൊന്ന് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.